പഞ്ചാസ്യം മരുമാന്മരാഭയകരം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായി സുതിരുമായ കാരുണ്യവാരാശിയായി അഞ്ചിക്കുഞ്ചിരിശയ്ക്കും അഗിരിയെ തന്നങ്ങമേറ്റും തലപ്പുഞ്ച ക്ഷേത്രമഹേശ നൽകുകോരം സത്യം ശിവം സുന്ദരം. ഇന്ന് അവിട്ട നാളായി 3-ാം തീയതി വെള്ളിയാഴ്ച. 4, 5, 6, 7, 8, 9 ദിവസങ്ങൾ മാത്രം. അത് വേഗം പൊക്കോളും. തിരുവാതിര ഉത്സവം. പാർവതീദേവി എങ്ങനെയാണോ സർവ ഈശ്വരനായിക്കൊണ്ട് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവനെ വരിച്ചത്, ആ ഒരു ഒറ്റ ചൈതന്യം തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം. മഹാദേവനും പാർവതിയും സ്വയംഭൂ സ്വരൂപത്തിൽ ഒറ്റ ഇതിൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഭഗവാൻ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഒക്കെ വയ്ക്കേണ്ട ഭഗവാന്. അപ്പോൾ ഇതിൻ്റെ ഒരംശം മാത്രമേ മുകളിലേക്കുള്ളൂ. ബാക്കി 3-ൽ 3 അംശവും ഭൂമിക്കടിയിലാണ് ഭഗവാൻ. അപ്പോൾ ഏത് കാലാവസ്ഥയും ഏത് പ്രതിരോധ കാലാവസ്ഥയും തരണം ചെയ്ത് ജീവനക്കാർ എത്തുമ്പോൾ അതിൻ്റെ പ്രാർത്ഥനയുടെ ബലം, അതിൻ്റെ ഭക്തിയുടെ ബലം ഞങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ വലിപ്പമോ അല്ല പ്രധാനം. രോഹിണി, മകീരം, തിരുവാതിര. രോഹിണിയുടെ അന്ന് മകീരം കുറച്ച് നാഴികയ്ക്കുണ്ട്, പിറ്റേ ദിവസം 1 നാഴികയ്ക്കേ ഉള്ളൂ. എന്നാലും ദിവസത്തിന് പ്രാധാന്യം എന്നർത്ഥം. മണ്ണാർശാല ആയില്യം, അവിടെ ആയില്ല ഇവിടെ ആയില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ ദിവസത്തിനനുസരിച്ച് ഏകാദശിയുള്ള ദിവസവും അവിടെ പൂജ കഴിക്കാറില്ലേ? അപ്പം പ്രാധാന്യം എപ്പോഴും ദിവസത്തിനാണ് പ്രാധാന്യം എന്നർത്ഥം. അപ്പം നാഴിക 2ാമതേ വരുന്നുള്ളൂ. അപ്പം എട്ടങ്ങാടി 8 കൂട്ടം ഒന്നു കുറയാതെ ഭഗവാനെ നേദിക്കുന്നതായ, അല്ലെങ്കിൽ ഭഗവാനും ഭഗവതിക്കും ഒറ്റ പാത്രത്തിൽ നിന്നും സ്വീകരിക്കുന്നതായ ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രമുള്ളൂ. ബാക്കി എല്ലാവർക്കും അതെ ഭഗവതിക്ക് പത്മവട്ട് പൂജ, അല്ലെങ്കിൽ ഭഗവതിക്ക് സങ്കല്പിച്ച് വിളക്ക് വെച്ച് നേദ്യം. ഇവിടത്തെ മാത്രം ലോകത്തെ ഒരേ ഒരു ക്ഷേത്രമാണ് ഒറ്റ പാത്രത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. പണ്ട് പേര് പറയുന്നില്ല, പണ്ടൊരു കുറച്ച് നാളത്തേക്ക് പലരും മാറി വന്നപ്പോൾ ഒരു ശാന്തിക്കാരൻ അദ്ദേഹം ചെയ്തു ഒരു പാത്രത്തിൽ വേറെ നേദിച്ചു. വേറെ നേദിച്ചിട്ട് പിന്നീട് അഷ്ടമംഗല പ്രശ്നമല്ലാതെ ഒറ്റ പ്രശ്നം വെച്ചപ്പോൾ ആദ്യം പറഞ്ഞതാണ്, ഇതാ ഇവിടെ തുറന്നുകൊണ്ടിരുന്നത് ഒരൊറ്റ പാത്രത്തിൽ. അതാണ് സ്നേഹത്തിൻ്റെ പ്രതീകം എന്നർത്ഥം. അപ്പോൾ പണ്ട് വയസ്സായ 2 പേര് രാത്രി, അന്ന് വിളക്കും വെളിച്ചമൊന്നുമില്ല, അവർ ഒരുമിച്ചിരുന്ന്, പശുവുണ്ട്, 2-3 പശുക്കളുണ്ട്. അപ്പോൾ രാത്രി ഒരുമിച്ചിരുന്നു. മണ്ണെണ്ണ വിളക്ക് കെട്ടുപോയി, ഒന്നുമില്ല. മണ്ണെണ്ണ വിളക്ക് കെട്ടുപോയി, ഇരുട്ടാണ്. അവർ സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ കൊടുത്തൊരു 80, 75 വയസ്സായി നിൽക്കുക അമ്മയ്ക്കും ആ മുത്തശ്ശിക്കും മുത്തശ്ശനും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ വാരി കൊടുത്തു. അവർ സുഖമായിട്ടത് കഴിച്ചു, കടന്നുറങ്ങി. രാവിലെ പശുവിന് കുളിപ്പിക്കാനായിട്ട് 1:30 മണിക്ക് 2 മണിക്ക് കുളിപ്പിക്കാൻ, അന്നത്തെ കാലത്ത് പശുവിനെ കുളിപ്പിക്കാനായിട്ട് കുളിച്ച് കഴിഞ്ഞ് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ പാത്രത്തിൽ നല്ല ഒന്നന്തരം കഞ്ഞി നിറഞ്ഞിരിക്കുന്നു. പശുവിന് കൊടുക്കാനുണ്ടായിരുന്ന ചാമയേരി എല്ലാം കൂടെ കൂട്ടിയുണ്ടായിരുന്ന പാത്രം കാലി. എന്താ അവിടെ സംഭവിച്ചത്? അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് ആ പശുവിന് ഉണ്ടാക്കി വെച്ചത് അവർ കഞ്ഞിയാണെന്ന് വിചാരിച്ച് ഭക്ഷിച്ചു. അതിന് എന്തു കുറവുണ്ടായില്ല എന്നർത്ഥം, അതിനൊരു ടേസ്റ്റും കുറവുണ്ടായില്ല. അപ്പോൾ പിറ്റേ ദിവസം ഇവർക്ക് അത്ഭുതമായി. കാരണം ഞങ്ങൾക്ക് ഉണ്ടാക്കിയ കഞ്ഞിയുടെ കലം നിറഞ്ഞിരിക്കുന്നു, അന്ന് ഗ്യാസൊന്നുമില്ല, വിറകൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് മനുഷ്യനായാലും ഈശ്വരനായാലും സ്നേഹത്തിൻ്റെ പ്രതീകം. കഴിഞ്ഞ ദിവസങ്ങൾ വെറുതെ ഒന്ന് നടന്നപ്പോൾ അവിടെ പെരുമ്പാവൂർ അമ്പലത്തിലെ പോലെ തന്നെ ശാസ്താസ്വരൂപമായിട്ടിരിക്കുന്നതായ ജഡം ധരിച്ചതായ ഒരു കയ്യ് മുട്ടിൽ പിടിച്ച് മറ്റേ കയ്യ് കാലിൽ താങ്ങിയിരിക്കുന്നതായ യോഗസ്വരൂപനായ ഭഗവാന്റെ അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ ചില അവശിഷ്ടങ്ങൾ കിട്ടി. അതിൻ്റെ ഐശ്വര്യം ക്ഷേത്രത്തിൽ ഉണ്ടായെന്ന് വയ്ക്കാം. അപ്പം വരാൻ പോകുന്ന ഉത്സവത്തിലെ എല്ലാ അർത്ഥത്തിലും ക്ഷേത്ര കാര്യങ്ങൾ വൃത്തിയാക്കുക, സാമ്പത്തിക കാര്യങ്ങൾ നോക്കുക, ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അടുക്കിപ്പറക്കി തരിക, അത് ഒരു നാടിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എവിടെ പോകുമ്പോഴും എവിടെ വിട്ടു പോകുമ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. അവനവൻ്റെ പരദേവതയും ക്ഷേത്രങ്ങളെയും തിരിഞ്ഞു നോക്കാതെ ഒരു തിരുപ്പതിക്കോ ഒരു ഗുരുവായൂരോ ഒരു വേളാങ്കണ്ണിക്കോ ഒരു യാത്ര പോയാലും അവിടുന്ന് ചിലപ്പോൾ ഒരു പ്രസാദം പോലും കിട്ടിയാൽ ചിലപ്പോൾ തൊഴുവാനും സാധിക്കില്ല.
അത് സ്വന്തം എൻ്റെ അനുഭവം തന്നെയാണ്, എൻ്റെ തന്നെ അനുഭവമാണ്, ഞാൻ ആരെയും കുറ്റം പറയണതല്ല. അപ്പോൾ തൊട്ടടുത്ത ക്ഷേത്രത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും അവനവൻ്റെ ധർമ്മദൈവങ്ങളെയും തിരിഞ്ഞു നോക്കാതെ എവിടെ പോയാലും, ഒരു തീർത്ഥയാത്ര പോയാലോ ഒരു ടൂർ പോയാലോ അവിടെ ഒരു ചൈതന്യങ്ങളും അനുഗ്രഹിക്കില്ല, അവർ തിരിഞ്ഞു നോക്കില്ല. കാരണം എന്താ, അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ ചോദിക്കും, അല്ലെങ്കിൽ ഭഗവാൻ ചോദിക്കും, നടന്നു പോകാനുള്ള നിങ്ങളുടെ ക്ഷേത്രത്തിൽ നമസ്കരിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മഹാദേവനും ഗുരുവായൂരപ്പനും തലപ്പുഞ്ച മഹാദേവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തുണ്ട് മഹാദേവ വിശേഷം, മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടോ? അവിടെ തൊഴിലാണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ തൊഴിലിക്കില്ല കേട്ടോ, നട അടച്ചു. അപ്പോൾ ഇതൊക്കെ സത്യങ്ങളാണ്. അതിനൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് വീണ്ടും കാണുമ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, ഒരു രാത്രി പിതൃക്കളെ സ്വപ്നം കാണുന്നു, ഓടി വരും ഒരു ചരട് ജപം. അപ്പം കാമ്യകർമ്മങ്ങളായിട്ട് എവിടെയുണ്ടോ അത് തുടരാൻ ശരിയല്ല. ഒന്നിനുമല്ലാതെ എപ്പോഴോ തോന്നിയൊരു ഇഷ്ടം എന്നൊരു ലൗകിക പാട്ടുണ്ട്, അതുപോലെ ഭഗവാനോട് ഇഷ്ടം തോന്നണം എന്നർത്ഥം. അല്ലാതെ ഭഗവാൻ രക്ഷപ്പെടുത്തില്ല, യാതൊരു സംശയമില്ല. അവനവൻ്റെ ആവശ്യം പെട്ടെന്ന് വരും. അയ്യോ പ്രശ്നം വെച്ചപ്പോൾ എൻ്റെ 3ാം തലമുറ ഇവിടുത്തെ പ്രാർത്ഥനയും കൊണ്ട് 12 വർഷം കഴിഞ്ഞ് 1ാം തരം കുട്ടീൻ്റെ ആ കുട്ടി മിടുക്കിയായിട്ട് ഇരിക്കുന്നു. 5.5 മാസമായി 3ാം തലമുറയ്ക്ക് ഇവിടെ വെച്ച് ചോറ് കൊടുത്തേക്കാളും മുത്തശ്ശേരി ഓടി വരും, 8:30 വിളിച്ചു പറയും, ഒന്നൊരു ചോറ് കൊണ്ടിട്ടോ, ഞങ്ങൾക്ക് 3 അമ്പലങ്ങളിൽ പോകണം. എന്തിനാ തിരുത്തി കൂട്ടുന്ന? ഓരോ അമ്പലങ്ങളിലും സമയങ്ങളുണ്ട്. വരുമ്പോഴത്തേക്കും പറയും, എനിക്ക് അമൃതം അവിടെ ഇവിടെ അമ്പലത്തിൽ ഈ ഇച്ചിരി പ്രസാദം കൂടി തന്നെ. നമ്മൾ ധാരക്കിടകളോ ജപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെ ഓടണം? എന്തിനാണ് അടിപ്രദർശനം എന്ന് പറയും. എങ്ങനെയാണ് ഒരു പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവിക്കാറായി, തലയിൽ എണ്ണയുടെ കുടമുണ്ട്, അത് നടക്കുമ്പോൾ പ്രസവിക്കാനുള്ള വേദനയുണ്ട്, പ്രസവിക്കാനും പാടില്ല, ഒരു തുള്ളി എണ്ണ താഴെ പോകുമ്പോൾ അതുപോലെയാണ് പ്രദർശനം വെക്കേണ്ടത്. ചോറ്റാനിക്കര ചെന്നറിയാം, വലിയ ക്ഷേത്രങ്ങളിൽ ചെന്നറിയാം, ചെറിയ ക്ഷേത്രങ്ങളിൽ ചിലരിങ്ങനെ അടിപ്രദക്ഷിണം പ്രത്യേകത ഉണ്ട്. കാരണം ശരീരത്തിലുണ്ടാകുന്നതായ ഊർജ്ജത്തെ, ശരീരത്തിലുണ്ടാകുന്നതായ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുന്നതാണ് ഇതെല്ലാം. ഇതിനൊക്കെ ശാസ്ത്രീയതയുണ്ട്. അപ്പോൾ ഷർട്ടിട്ട് കഴിഞ്ഞ ദിവസം ഭയങ്കര വിവാദം, ഷർട്ടിട്ട് തൊഴുതാൽ എന്താ കുഴപ്പം? ഷർട്ടിട്ടാണോ കുഴപ്പമില്ല, ഒരു ചൈതന്യവും നമുക്ക് കിട്ടില്ല, ഒരു ഊർജ്ജവും നമുക്ക് കിട്ടില്ല. ആണുങ്ങളുടെ ഹൃദയത്തിലേക്കാണ് സർപ്പിളാകൃത രീതിയിൽ ആട് പാമ്പേ പോലും തൈല് പാമ്പേ ആരുള്ള ആനന്ദ കൂത്തു കണ്ട ആട് പാമ്പേ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ അതേ തത്വം തന്നെ നമ്മളിലേക്ക് പ്രവേശിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ആണുങ്ങളുടെ. അതാണ് ഷർട്ട് ഊരി തൊഴണം. ആ സർപ്പിളാകൃതയിൽ 30 ശകലം ചെരിഞ്ഞു നിന്ന് സോപാനത്തെ തല കുറിച്ച് നിന്നുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് വരും. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചോളം സ്ത്രീകൾ എന്താ പറയുക, സ്ത്രീകൾക്ക് എങ്ങനെയാണ്? സ്ത്രീകൾക്കും അങ്ങനെ വേണ്ട. കാരണം ആജ്ഞയുടെ ചക്രം ഇവിടെ മറയാൻ പാടില്ല എന്നർത്ഥം. എപ്പോഴും ഇവിടെ ഒരു പൊട്ട് കാണും സ്ത്രീകൾ. ഇപ്പോൾ ഒട്ടിക്കുന്ന പൊട്ടൊക്കെയാണ്, അത് പോട്ടെ. ശരിക്കും നല്ല കുങ്കുമം ഇവിടെ തൊടുക, അത് അത്ര ശക്തിയാണ്. അതവിടെ മറയണം. അത് ആ ഒരു ഒറ്റ ദൃഷ്ടി, മുഖത്ത് നോക്കി സംസാരിക്കണം, ആരോടും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഊർജ്ജത്തെ തരുന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അപ്പം അശാസ്ത്രീയമായ രീതിയിൽ കലാപരിപാടികൾ നടക്കുമ്പോൾ അവിടെ നിന്നും ഉണ്ടാകുന്ന അപകടങ്ങൾ ആ ഒരു വ്യക്തിയുടെ കുഴപ്പമല്ല, ആ സംഘാടകരുടെ കുഴപ്പമാണ്. ഒരു പരിപാടി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര കലകൾക്കും അതിൻ്റേതായ അറേഞ്ച്മെൻ്റ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തരാൻ തയ്യാറായ തലപ്പുഞ്ച മഹാദേവൻ്റെ ഉത്സവം എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് ആത്മീയതയും ലൗകികതയും. കാര്യങ്ങൾ ഇറങ്ങണമെങ്കിൽ പൈസ വേണം. അതുപോലെ തന്നെ പൈസയല്ല പ്രധാനം ആത്മീയതയാണ്. അപ്പോൾ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ് ഇത് രണ്ടും. സാമ്പത്തികവും വേണം, ബാക്കി അധ്വാനം വേണം. ഇതെല്ലാം നടക്കാൻ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ വിചാരിക്കാൻ നമ്മുടെ ഒരു കണ്ണ് ഒരു പുരികം പോലും അനക്കാൻ പറ്റില്ല. തലപ്പുഞ്ച മഹാദേവൻ വിചാരിക്കാൻ ഒന്നും പറ്റില്ല. അപ്പം ആ മഹാദേവൻ തന്നെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളായിക്കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ഈശ്വരൻ, സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഈശ്വരനായിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു നിമിഷം തിരിച്ചു വരണം. ഞാൻ ഭക്തനായിട്ട് തന്നെ ദാസനായിട്ട് തന്നെ നിലനിൽക്കാൻ സാധിക്കണം. കാരണം ആരും ഈശ്വരന്മാരാവേണ്ട. ഈശ്വരന്മാരായി കഴിഞ്ഞാൽ ആൾക്കാർ ഒന്ന് തൊഴുതു തുടങ്ങും. കാലയിലൊന്ന് ബോംബെയിലൊക്കെ പോകണ പോലെ കാലയിലൊന്ന് തണുക്കുന്നു, പണ്ഡിറ്റെന്ന് വിളിച്ചു തുടങ്ങും, ഈശ്വരാന്ന് വിളിച്ചു തുടങ്ങും. നമ്മുടെയൊക്കെ ഫോട്ടോ വെച്ച് പൂജാമുറികളിൽ പൂജിച്ചു തുടങ്ങും. അതൊന്നും വേണ്ട. നമ്മൾ ഭക്തനായിട്ട് തന്നെ നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഉത്സവ ആശംസകൾ നേരുമ്പോൾ എല്ലാ അർത്ഥത്തിലും സഹകരിക്കുക. പഞ്ചാസ്യം മഴുവാൻ മരാഭയകരം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായ സുന്ദരമായ കാരുണ്യവാരാശിയെ 5 കുഞ്ചിരിശിക്കുമഗിരിയെ തണ്ടങ്ങമേറ്റും തലപ്പുഞ്ചക്ഷേത്രം ഹേശ നൽകുകോരം സത്യം ശിവം സുന്ദരം. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ.